ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാം? എന്താണ് കുട്ടികളുടെ പ്രതികരണം? ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ എവിടെ കിട്ടും? ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ SSLC പരീക്ഷാകാലം വരെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടിച്ചു എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം ഡിസ്കോഴ്സുകളൊക്കെ കുട്ടികൾക്ക് എഴുതാവുന്നതായിരുന്നു. ഈ ലെറ്റർ, ഡയറി, ലെറ്ററല്ല, ഡയറി, അതേപോലെ ന്യൂസ് റിപ്പോർട്ട്, സ്പീച്ച്, റൈറ്റപ്പ്, നറേഷനൊക്കെ എഴുതാമായിരുന്നു. എന്നാൽ അതേസമയം ഗ്രാമർ ചോദ്യങ്ങളും തുടക്കത്തിലുള്ള കോംപ്രിഹെൻഷൻ, അതായത് പാരഗ്രാഫ് തരുന്നു അല്ലെങ്കിൽ പോയം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇത്തരം ചോദ്യങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രേസൽ വെർബ് നന്നായിട്ട് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിക്കോട്ടെ, പോയം തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിക്കോട്ടെ, അതെല്ലാം കുട്ടികളെ അത്യാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ പോലും ചിനുവ അക്കീം എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ പ്രൊഫൈലാണ് വന്നത്. പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷനായി. ഈ പറയുന്ന വ്യക്തി ഒരാണാണോ പെണ്ണാണോ, അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന കാര്യത്തിൽ പോലും സംശയമുള്ള കുട്ടികൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ശരിക്കും കുട്ടികൾക്ക് ചിനുവ അക്കീമിനെ കുറിച്ചിട്ട് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് എന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. എല്ലാ കുട്ടികൾക്കും ഒരുപക്ഷെ പരിചിതമായിരിക്കണം എന്നില്ല അദ്ദേഹം. അതുകൊണ്ട് അത് പുരുഷനാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അതൊക്കെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട്. പല ഏരിയയിലും കുട്ടികൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഡിസ്കോഴ്സുകൾ വെച്ചിട്ട് കുട്ടികളൊക്കെ ഏകദേശം എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഡിസ്കോഴ്സുകളായാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്ന് പറയുമ്പോഴും 1-2 ചാനലുകളൊക്കെ ഇന്നലെ കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു. അത് ആ ഓർഡർ തന്നെ പ്രൊഡിക്റ്റ് ചെയ്ത ചാനലുകളൊക്കെ ഉണ്ട്. ഇതുവരെ വരാത്ത ചോദ്യങ്ങൾ വരെ, ഇന്ന് വരെ വരാത്ത ചോദ്യങ്ങൾ പോലും കൃത്യമായിട്ട് ഇന്നയാളുടെ സ്പീച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നയാളുടെ നറേഷൻ ആയിരിക്കും, ഇന്നയാളുടെ ഡയറി ആയിരിക്കും, അതേപോലെ ന്യൂസ് റിപ്പോർട്ട് ഇന്ന ചാപ്റ്റർ എന്നായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ ചാനലുകളൊക്കെ ഉണ്ട്. മേ ബി അത് അവർക്ക് അത്രയും നന്നായിട്ടത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നോർമൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊന്നും അങ്ങനെ അത്ര എളുപ്പത്തിൽ അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല വന്നിരുന്നത്. ഇനി ആൻസർ കീ. ഈ ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം, ഡിസ്കോഴ്സുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ ഇനി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ കീ, ആ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാം. ആൻസർ കീ ഇനി സ്ക്രീനിൽ കാണിക്കും.